എല്ലാ യൂട്യൂബ് സുഹൃത്തുക്കൾക്കും നമസ്കാരം. എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് മുന്നിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ അടുത്തുള്ള VFS സെന്ററിൽ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്ന് NOC ലെറ്റർ ലഭിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ അടുത്തുള്ള ജുബൈലിലുള്ള VFS ഗ്ലോബലിൽ പോയിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയുള്ള NOC ലെറ്ററിന് ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്തതിൽ അവർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് 2 ആഴ്ചക്കുള്ളിൽ കിട്ടും എന്നാണ് പറഞ്ഞത്. പക്ഷെ 2 ആഴ്ച സമയമെടുത്തില്ല. എനിക്ക് ഒരാഴ്ചക്ക് തന്നെ എന്റെ കൈകളിൽ എത്തുകയും ആരാമാക്സ് എന്ന കൊറിയറിലൂടെ എന്റെ കൈകളിൽ എത്തുകയും ചെയ്തു. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മേളിൽ കാണുന്ന നോട്ടിഫിക്കേഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പൊ NOC ലെറ്റർ കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി അടുത്തുള്ള ഒരു കടമ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NOC ലെറ്റർ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതാണ്. അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ്. ഈ അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർക്കത് സഹായകരമായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് അറബിയിലോട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ജുബൈൽ സെന്ററിന് അടുത്ത് തന്നെ സൗദി എയർലൈൻസ് ഓഫീസുണ്ട്. അവിടെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഓഫീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഏകദേശം 35-40 ഒക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് അതിന്റെ റേറ്റ് കുറയ്ക്കുക. ഏകദേശം ട്രാൻസ്ലേറ്റ് ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് 30, 35, 40 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ ഞാൻ മൊബൈൽ എങ്ങനെ പേയ്മെന്റ് ചെയ്യണം, എങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിലോട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.